ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ ശ്രമിക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനങ്ങൾ. അതേ പ്രിയമുള്ളവരെ, നാം എല്ലാവരും യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുന്നവരാണ്, ക്രിസ്തുവിൻ്റെ വിശ്വാസികളാണ്. എന്നാൽ ആമേൻ, പലപ്പോഴും നമ്മുടെ വിശ്വാസം എങ്ങനെയുള്ളതായിരിക്കുന്നു? പ്രവൃത്തിയുണ്ടോ? നാം വിശ്വസിക്കുന്നതിനനുസരിച്ച് നാം പ്രവർത്തിക്കുന്നുണ്ടോ? നാം നമ്മെ തന്നെ ശോധന ചെയ്യണം. യേശു ക്രിസ്തുവിനെ കർത്താവും രക്ഷിതാവുമായി ഹൃദയത്തിൽ വിശ്വസിച്ച് വായ്കൊണ്ട് ഏറ്റു പറയാത്ത ആരെങ്കിലും ഈ വചന ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ ദയവായി നമ്മുടെ ഹൃദയങ്ങളെ ആമേൻ ദൈവകരങ്ങളിൽ സമർപ്പിക്കുക. യേശു കർത്താവ് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു, ആമേൻ ക്രൂശിക്കപ്പെട്ടു, നമുക്ക് വേണ്ടി ജീവനെ നൽകി. ആ കർത്താവിന് മാത്രമേ നാം ഇന്ന് അനുഭവിക്കുന്ന ഏത് പ്രതിസന്ധിയിൽ നിന്നും നമ്മെ യഥാർത്ഥമായി രക്ഷിക്കുവാനും വിടുവിക്കുവാനും കഴിയത്തുള്ളൂ. സ്വർഗരാജ്യവും കർത്താവ് നമുക്ക് ഒരുക്കിയിരിക്കുന്നു. ആയതിനാൽ യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി വിശ്വസിക്കാത്തവർ ഈ പകൽക്കാലം യേശു കർത്താവിനെ വിശ്വസിക്കുക, ഹൃദയം കൊണ്ട് വിശ്വസിക്കുക. എന്നാൽ വിശ്വസിച്ച് ദൈവകൽപ്പനകൾ അനുസരിച്ച് വിശ്വാസികളായിരിക്കുന്ന ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഓരോരുത്തരോടും നമ്മോട് ഓരോരുത്തരോടും പകൽക്കാലം കർത്താവ് സംസാരിക്കുന്നു. നമ്മുടെ വിശ്വാസത്തിനനുസരിച്ചുള്ള പ്രവൃത്തികൾ നാം ചെയ്യുന്നുണ്ടോ? നമുക്കൊരുമിച്ച് വായിക്കാം. അപ്പോസ്തലനായ യാക്കോബ് എഴുതിയ ലേഖനം 2-ാം അധ്യായം 26-ാം വചനം. ഇങ്ങനെ ആത്മാവില്ലാത്ത ശരീരം നിർജീവമായിരിക്കുന്നത് പോലെ പ്രവൃത്തിയില്ലാത്ത വിശ്വാസവും നിർജീവമാകുന്നു. ആമേൻ. എങ്ങനെയാണോ ജീവനില്ലാത്തൊരു ശരീരം, ആ ശരീരത്തെ നമ്മൾ പിന്നെ ഡെഡ് ബോഡി എന്നാണ് പറയുന്നത്, അതിനെ കൊണ്ട് ഒരു പ്രയോജനവുമില്ല. അതുപോലെ തന്നെയാണ് നാം ക്രിസ്തുവിനെ വിശ്വസിക്കുന്നവരാണ്, വിശ്വാസികളാണ്. എന്നാൽ ഒരു പ്രവൃത്തിയും നാം ചെയ്യുന്നില്ലെങ്കിൽ നമ്മെക്കൊണ്ട് ദൈവത്തിനൊരു പ്രയോജനവുമില്ല. പുറമേ ഞാൻ യേശുവിനെ വിശ്വസിക്കുന്നുണ്ട്, ഞാൻ ക്രിസ്തുവിൻ്റെ വിശ്വാസിയാണെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ജീവിക്കാം എന്ന് മാത്രമല്ലാതെ ആമേൻ നമ്മെ വിശ്വസിച്ച് നമ്മെ ചിലത് ഫലമേൽപ്പിച്ചിരിക്കുന്ന, നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്ന ആ കർത്താവിനെ നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ ഉപയോഗമുള്ള പാത്രമായിരിക്കുവാൻ കഴിയത്തില്ല. നമ്മുടെ പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവമാണ്. ഹല്ലേലൂയ. ഈ നാളുകളിൽ ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കാം. എവിടെയാണോ നമ്മുടെ വിശ്വാസം നിർജീവമായി പോയത്, ആ കാര്യത്തെ നാം തന്നെ സ്വയം കണ്ടുപിടിച്ച് തിരിച്ചറിഞ്ഞ് ആമേൻ വിശ്വാസത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്ത് ആമേൻ ക്രിസ്തുവിൻ്റെ ജീവൻ നമ്മിൽ വെളിപ്പെടട്ടെ. അതായത് കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇങ്ങനെ എന്ന് നാം വായിക്കുമ്പോൾ അവിടെ 2 വ്യക്തികളെക്കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയും. പഴയ നിയമത്തിലെ 2 കഥാപാത്രങ്ങളായ അബ്രഹാമും രാഹാബും. അബ്രഹാം നമുക്കെല്ലാവർക്കും അറിയാം, വിശ്വാസികളുടെ പിതാവാണ്. എങ്ങനെയാണ് അദ്ദേഹം വിശ്വാസികളുടെ പിതാവായത്? നമ്മിവിടെ വായിക്കുന്നു, അബ്രഹാം ദൈവത്തെ വിശ്വസിക്കുകയും അതവന് നീതിയായി കണക്കിടുകയും ചെയ്തു എന്നുള്ള തിരുവെഴുത്ത് നിവൃത്തിയായി അവൻ ദൈവത്തിൻ്റെ സ്നേഹിതന് എന്ന് പേർ പ്രാപിച്ചു. എങ്ങനെ നിവൃത്തിയായി? അതിൻ്റെ 21-22 വചനങ്ങളിൽ വായിക്കുന്നു, നമ്മുടെ പിതാവായ അബ്രഹാം തൻ്റെ മകനായ ഇസ്ഹാക്കിനെ യാഗപീഠത്തിന്മേൽ അർപ്പിച്ചിട്ട് പ്രവൃത്തിയാലല്ലയോ നീതീകരിക്കപ്പെട്ടത്, അവൻ്റെ പ്രവൃത്തിയോടുകൂടെ വിശ്വാസം വ്യാപരിച്ചു എന്നും പ്രവൃത്തിയാൽ വിശ്വാസം പൂർണ്ണമായി എന്നും നീ കാണുന്നുവല്ലോ. അതെ, പ്രവൃത്തിയാലാണ് അവിടെ വിശ്വാസം പൂർണ്ണമായത്. പ്രവൃത്തിയാലാണ് അബ്രഹാം വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടത്. അതുകൊണ്ട് വിശ്വാസികളുടെ പിതാവെന്ന് മാത്രമല്ല, ദൈവത്തിൻ്റെ സ്നേഹിതനെന്ന് പേർ പ്രാപിച്ചു. അതേ പ്രിയമുള്ളവരെ, നമുക്ക് ദൈവത്തോട് ആഴമായുള്ള ഒരു ബന്ധമുണ്ടെങ്കിൽ, നാം യേശുവിനെ ദൈവത്തെ അത്രമാത്രം വിശ്വസിക്കുന്നവരാണെങ്കിൽ ആ പ്രവൃത്തി നമ്മിൽ നിന്ന് വെളിപ്പെടും. ആമേൻ. ഇവിടെ അബ്രഹാം ഒരു മടിയും കാണിച്ചില്ല, തൻ്റെ ഏകജാതനായ മകനെ യാഗപീഠത്തിന്മേൽ അർപ്പിച്ചു. ആമേൻ.
ദൈവത്തെ അത്രമാത്രം വിശ്വസിച്ചു, പ്രവർത്തി ചെയ്തു. ഇന്ന് പലപ്പോഴും നാം വിശ്വസിക്കുന്നു എന്ന് പറയുന്നു, എന്നാൽ പ്രവർത്തി ചെയ്യുവാൻ നാം മടി കാണിക്കുന്നു. അപ്പോൾ നമുക്ക് അവിടെ വിശ്വാസക്കുറവല്ലേ? നമ്മുടെ വിശ്വാസം അവിടെ പൂർണ്ണമായി കാണുന്നില്ല. നമ്മുടെ വിശ്വാസം പ്രവർത്തിയില്ല എങ്കിൽ അത് നിർജീവമായിരിക്കുന്നു. നമ്മെക്കൊണ്ട് ദൈവത്തിനൊന്നും ചെയ്യുവാൻ കഴിയത്തില്ല. അടുത്ത് നാം വായിക്കുന്നു 25-ാം വചനത്തിൽ, അവണ്ണം രാഹാബ് എന്ന വേശ്യയും ദൂതരെ കൈക്കൊള്ളുകയും വേറൊരു വഴിയായി പറഞ്ഞയക്കുകയും ചെയ്തതിൽ പ്രവൃത്തികളാലല്ലയോ നീതീകരിക്കപ്പെട്ടത്. ലോകത്തിന് മുൻപിൽ അവൾ വേശ്യയാണ്. ആമേൻ, സ്തോത്രം. എന്നാൽ അവൾ ദൂതന്മാരെ, ആമേൻ, ഒറ്റുനോക്കുകാരെ കൈക്കൊണ്ടു. അവളൊരു പ്രവൃത്തി ചെയ്തു, അവരെ വേറൊരു വഴിയായി പറഞ്ഞയച്ചു. അത് ചെയ്യുവാൻ അവൾക്കൊരു മനസ്സുണ്ടായിരുന്നു. അവൾ അവരെ വിശ്വസിച്ചു, അവൾ പറഞ്ഞയച്ചു. അവളും അവളുടെ ഫാമിലിയും ആ വലിയ അനർത്ഥത്തിൽ നിന്ന്, ദൈവകോപത്തിൽ നിന്ന് അവർ രക്ഷപ്പെട്ടു. പ്രിയ ദൈവമക്കളെ, ചിലപ്പോൾ ഇന്ന് നാം അബ്രഹാമിനെ പോലെ അധികമായി ദൈവത്തോടു കൂടെ ഇരിക്കുന്നവരായിരിക്കാം. അല്ല എങ്കിൽ രാഹാബിനെ പോലെ ദൈവത്തോടധികം ബന്ധമില്ലാത്തവരായിരിക്കാം. നാം ആരായിരുന്നാലും ദൈവത്തിന് വിഷയമല്ല. കർത്താവ് നമ്മോട് ഓരോരുത്തരോടും വ്യക്തമായി സംസാരിക്കുന്നു. നമ്മുടെ വിശ്വാസം എങ്ങനെയുള്ളതായിരിക്കുന്നു? അബ്രഹാമിനെ പോലെ, രാഹാബിനെ പോലെ വിശ്വസിക്കുന്നുവെന്ന് പറഞ്ഞിട്ട് പ്രവൃത്തിയാൽ മാത്രമേ ആ വിശ്വാസം പൂർണ്ണമാകുകയുള്ളൂ. അപ്പോൾ മാത്രമേ ക്രിസ്തു നമ്മൾ പ്രസാദിക്കത്തുള്ളൂ. ആമേൻ, സ്തോത്രം. ആ വിശ്വാസം കൊണ്ട്, ആമേൻ, സ്തോത്രം, നമുക്കും മറ്റുള്ളവർക്കും, പ്രത്യേകിച്ച് നമ്മെ വിളിച്ച, നമ്മെ തിരഞ്ഞെടുത്ത ദൈവത്തിനും നമ്മെ കൊണ്ട് ഉപയോഗമുള്ളൂ. ആയതിനാൽ നമ്മെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. ആമേൻ. ഒരാളെ നാം വിശ്വസിക്കുകയാണെങ്കിൽ അവർ പറയുന്നത് നാം അതുപോലെ അനുസരിക്കുമല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ജീവനെ നൽകിയ, നമ്മെ ഇത്രത്തോളം നടത്തിയ ആ കർത്താവിനെ, ആമേ, നമുക്ക് എന്തുകൊണ്ട് ആഴമായി വിശ്വസിച്ചുകൂടാ? എന്തുകൊണ്ട് വിശ്വസിക്കുന്ന നമുക്ക് ആ കർത്താവ് പറയുന്ന പ്രവൃത്തികൾ ചെയ്തുകൂടാ? ചിലപ്പോൾ ഒരു രോഗത്തിന് മുൻപിൽ നാം ഭയപ്പെട്ട് നിൽക്കുന്നു, അല്ല എങ്കിൽ ചില പ്രശ്നങ്ങളുടെ നടുവിൽ നാം ഭയപ്പെട്ട് നിൽക്കുന്നു. അവിടെ നാം വിശ്വാസത്തിൻ്റെ പ്രവൃത്തി ചെയ്യുന്നില്ല. അപ്പോൾ അവിടെ നാം നിർജീവമുള്ളവരായിരിക്കുന്നു. നമ്മുടെ ഉള്ളിൽ ജീവനില്ല. ഹല്ലേലൂയ. ദൈവകരങ്ങൾ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. വിശ്വസിക്കുക, വിശ്വാസത്തിൻ്റെ പ്രവൃത്തി ചെയ്യുക. ആമേൻ. ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ, ആമേൻ, ആകാശമേഘങ്ങളിൽ എടുക്കപ്പെടുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ദൈവകരങ്ങൾ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. എത്രമാത്രം ആഴമായി നാം കർത്താവിനെ വിശ്വസിക്കുമോ അത്രമാത്രം ആഴമായി നമുക്ക് ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ ഇടയായിത്തീരും. വിശ്വാസത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്ത് നീതീകരിക്കപ്പെട്ട്, ആമേൻ, ഈ ഭൂമിയിലും മാത്രമല്ല സ്വർഗരാജ്യത്തിൽ, ആമേൻ, യേശുവോട് കൂടെ സകലത്തെയും ജയിച്ച് ജയാളികളായി തീരുവാൻ ഇടയായിത്തീരും. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രഭാതത്തിലും അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ആലോചനയ്ക്കായി സ്തോത്രം. അതേ നാഥ, ആത്മാവില്ലാത്ത ശരീരം നിർജീവമായിരിക്കുന്നത് പോലെ അവൻ പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവമായിരിക്കുന്നപ്പ. നിങ്ങൾ വിശ്വസിക്കുന്നവരാണ് കർത്താവെ, എന്നാൽ പലപ്പോഴും പ്രവൃത്തിയില്ലാതെ നിർജീവരായി തീരുന്നു കർത്താവെ. ഇന്ന് മുതൽ കർത്താവ്, ഈ സമയം മുതൽ വിശ്വാസത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്ത് അങ്ങേ പ്രസാദിപ്പിച്ച് അങ്ങേ മാത്രം നോക്കി വിശ്വാസത്തിൻ്റെ നായകനെയും പൂർത്തി വരുത്തുന്ന യേശുവിനെ നോക്കിക്കൊണ്ട് ഞങ്ങളുടെ വിശ്വാസത്തെ പൂർണ്ണമാക്കി ചെയ്യുവാൻ കൃപ നൽകണമേ. താഴ്ത്തുന്നു, സമർപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം സ്വർഗസ്ഥ നല്ല പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് വചനങ്ങൾ നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.